ഹായ് ഹലോ. ഇന്ന് രാവിലെ എനിക്ക് വീഡിയോ എടുക്കാൻ പറ്റിയില്ല. വേറൊന്നുമല്ല, കണ്ടോ ഗൈസ്, ഞാൻ പറഞ്ഞല്ലോ ഇന്ന് കൊടുത്തയക്കേണ്ട വർക്ക് ഉണ്ടായിരുന്നു. അപ്പോൾ ഇന്നലെ ചെറുതായിട്ട് മഴയെല്ലാം പെയ്തു. അപ്പോൾ എനിക്കത് ഉണങ്ങാത്ത ചെറിയൊരു വിഷയം വന്നിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഇന്ന് കുറച്ച് നേരത്തെ എഴുന്നേറ്റു ഞാൻ വർക്കെല്ലാം തുടങ്ങി. ഏകദേശം ഒരു 1/2 hour അതിൻ്റെ ഒരു വർക്കും കൂടിയേ ഉള്ളൂ. അത് കഴിഞ്ഞാൽ ഫ്രെയിം ചെയ്ത് നമുക്ക് കൊറിയർ ചെയ്യാൻ പറ്റും. അപ്പോൾ അതുകൊണ്ടാണ് രാവിലെ വീഡിയോയും കാര്യങ്ങളൊന്നും ഇടാതിരുന്നത് എന്നുള്ളത് പറഞ്ഞതാണ്. ഇപ്പം രാവിലെ എഴുന്നേറ്റൊരു വീഡിയോ പോസ്റ്റ് ചെയ്യാറുണ്ട്. അപ്പം ഒരു മനസ്സുഖം, കാരണം എന്നെക്കുറിച്ച് അറിയാൻ ഒരുപാട് ആൾക്കാർക്ക് ആകാംക്ഷയുണ്ട് എന്നുള്ളത് എനിക്ക് മനസ്സിലായി. അതുകൊണ്ട് ഓരോ ദിവസം കഴിയുന്നവരും നമ്മുടെ ഫോളോവേഴ്സ് കൂടി വരുമ്പോൾ നമുക്ക് മനസ്സിലാവില്ല നമ്മളെക്കുറിച്ച് അറിയാൻ ഒരുപാട് ആൾക്കാർക്ക് ആകാംക്ഷയുണ്ട് എന്നുള്ളത്. അത് സംബന്ധിച്ച് ഒരുപാട് സന്തോഷമുണ്ട്. അപ്പോൾ യൂട്യൂബിൽ നിന്ന് വരുമാനവും വന്നിട്ടുണ്ട്. എനിക്കെല്ലാം കൂടി ഭയങ്കരമായിട്ട് ഒരു എക്സൈറ്റ്മെൻറ്റ്. എത്ര പൈസ ഉണ്ടാവും എന്നുള്ളത് നിങ്ങൾക്ക് ഗസ് ചെയ്യാൻ പറ്റുമോ? ഗസ് ചെയ്തിട്ടിപ്പം എന്താ ഞാൻ പറയാതെ നിങ്ങൾ ഏതാണ്ട് ഒരു 2 lakhൻ്റെ ഉള്ളിലുണ്ട്. സ്ക്രീൻഷോട്ട് വേണേൽ ഞാൻ ആർക്കും അയച്ചു തരാം എന്ന് പറയില്ല, കാരണം ശരിയാവില്ല. 2 lakh ഇല്ല കേട്ടോ, ഒരു കുറച്ച് കുറവുണ്ട്. അപ്പോൾ ഭയങ്കരധികം സന്തോഷം, വളരെയധികം സന്തോഷം തന്നെ പറയാം. കാരണം എത്രയോ ആൾക്കാർ എന്നോട് പറഞ്ഞിട്ടുണ്ട്, നിനക്ക് യൂട്യൂബ് ഒന്ന് തുടങ്ങിക്കൂടെ എന്നൊക്കെ എപ്പോഴും എന്നോട് ചോദിക്കാറുണ്ടായിരുന്നു. പക്ഷേ ഞാനത് അത്രയ്ക്ക് കാര്യമാക്കിയില്ലായിരുന്നു. ഇപ്പോൾ വെറുതെ നമ്മളൊരു വീഡിയോ പോസ്റ്റ് ചെയ്താൽ മതി, അതിൽ നിന്ന് കിട്ടുന്ന വരുമാനം. പക്ഷേ ഞാനൊരു കാര്യം പറയട്ടെ, ഞാൻ എൻ്റെ വീട്ടിലോട്ട് ഇതുവരെ ഒന്നിനും എടുത്തിട്ടില്ല കേട്ടോ. പിന്നെ ചിലരെക്കുറിച്ച് അരുണും ഞാനൊക്കെ വളരെ മോശമായിട്ട് സംസാരിക്കുന്നത്, എൻ്റെ മോണിറ്റേഷൻ ഞാൻ ഓഫാക്കിയിടുകയും ചെയ്യും. കാരണം എന്താ വെച്ചാൽ എനിക്ക് അതിനോട് വലിയ യോജിപ്പില്ല. നമ്മൾ പറയാനുള്ളത് തിരിച്ചു പറഞ്ഞു, അത്രമാത്രം കൂട്ടിയാൽ മതി. അതിന്ന് നമുക്ക് 10 രൂപ കിട്ടിയിട്ട് അത് തിന്നേണ്ട ഗതികേട് നമുക്ക് വന്നിട്ടില്ല. കാരണം ഒന്നില്ലെങ്കിൽ ജോലി ഉണ്ടാവരുത്. എനിക്ക് ഓൾറെഡി ഒരു ജോലിയുണ്ട്, ആ ജോലിയിൽ ഞാൻ തൃപ്തയാണ്. അതിൻ്റെ പുറമെ ഇവരുടെ ഈ പരദൂഷണം പറഞ്ഞിട്ടുള്ള കിട്ടുന്ന പൈസ, അരുണെപ്പോഴും പറയും മോണിറ്റേഷൻ ഓൺ ആക്കിയിട്ട് നിനക്ക് വേണ്ട എനിക്ക് വേണം പൈസ എന്ന് പറഞ്ഞാൽ ഞാനത് ചെയ്യൂല. പിന്നെ അവൻ്റെ ഇതൊന്നും പൈസ കിട്ടി തുടങ്ങിയിട്ടുണ്ട്. അപ്പോൾ അങ്ങനെയാണ് യൂട്യൂബ് എന്ന് പറഞ്ഞാൽ. ലക്കുള്ള ആൾക്കാർക്ക് ഭയങ്കര ലക്ക് തന്നെ, പക്ഷേ ഗതിയില്ലാത്ത ആൾക്കാർക്ക് ഒരു ഗതിയും പരഗതിയും ഇല്ലാത്തൊരു സംഭവമാണ്. എന്നെ ഈ നെഗറ്റീവാട്ടോ ഇത്രമേൽ എത്തിച്ചത്. എൻ്റെ വീഡിയോസൊക്കെ കാണാൻ എനിക്ക് പോസിറ്റീവിനെക്കാട്ടിലും കൂടുതലും നെഗറ്റീവാണ് ഉണ്ടായത്. ആ നെഗറ്റീവിനെയാണ് ഇവിടെ വരെ എല്ലാവരും എത്തിച്ചത്. അതുകൊണ്ട് എനിക്ക് ഭയങ്കര സന്തോഷമുണ്ട്. നെഗറ്റീവാണെങ്കിൽ പോലും എന്നെ കാണാനും അറിയാനും ഒരുപാട് ആൾക്കാർ ആകാംക്ഷയോടെ കൂടെ നിൽക്കുന്നുണ്ടല്ലോ എന്ന് കേൾക്കുമ്പോൾ കാണുമ്പോൾ തന്നെ വളരെയധികം സന്തോഷമാണ്. അപ്പോൾ ഈ ഒരു പൈസ, ഈ പ്രാവശ്യത്തെ പൈസ ഞാൻ ആർക്കും കൊടുക്കാനോ ചാരിറ്റി ചെയ്യാനോ ഒന്നും തീരുമാനിച്ചിട്ടില്ല കേട്ടോ. കാര്യം എന്താ വെച്ചാൽ എനിക്കൊരു ഫംഗ്ഷൻ ഉണ്ട്, അന്ന് അടിച്ച് പൊളിച്ച് തിമിർത്ത് എല്ലാവർക്കും കൊടുക്കണം പൈസ എന്ന് വിചാരിച്ചു. എല്ലാവർക്കും എന്ന് വെച്ചാൽ എൻ്റെ യൂട്യൂബ് നോക്കി നടത്തുന്നത് എൻ്റെ മൂത്ത സഹോദരിയുടെ 2ാമത്തെ മകനാണ്, പിന്നെ അവൻ്റെ ഒരു കസിനാണ്. ഇവർ രണ്ടാളും ചിലർക്ക് കോപ്പിറൈറ്റ് കൊടുക്കാനും ചിലരുടെ ഇത് ചെയ്യാനൊക്കെ അവരാണ്. എനിക്ക് ABCD അറിയില്ലല്ലോ, 9ാം ക്ലാസ്സുകാരിയല്ലേ ഒന്നും ഇല്ലെങ്കിൽ. അപ്പോൾ അവരാണ് ഇതിൻ്റെ ഡീലർഷിപ്പുമാർ എന്നുള്ളത് പറയാം. പിന്നെ വീഡിയോ എടുക്കാനും കൂട്ട് നിൽക്കുന്നത് അരുണുണ്ട്, ഷാനുഒക്കെ വല്ലപ്പോഴും കേട്ടോ. അപ്പോൾ എൻ്റെ ആഗ്രഹം എന്ന് വെച്ചാൽ എനിക്ക് കിട്ടുന്ന പൈസ ഇങ്ങനെ സപ്ലൈ ചെയ്യുമ്പോൾ ഭയങ്കര ഇഷ്ടമാണ്. ഏട്ടത്തിക്ക് കൊണ്ട് കൊടുക്കുക, ഉമ്മാക്ക് കൊണ്ട് കൊടുക്കുക. ഉമ്മാക്ക് ഞാനൊരു കമ്മൽ മേടിച്ചെടുത്തിരുന്നു. ഞാൻ എൻ്റെ ഫോണിലേക്കൊരു പേയ്മെൻറ്റ് വന്നപ്പോൾ ഞാൻ വിചാരിച്ചു അത് യൂട്യൂബിൻ്റെ പേയ്മെൻറ്റ്, അത് ചെറിയ പേയ്മെൻറ്റേ ഉള്ളൂ. അപ്പോൾ ഞാൻ വിചാരിച്ചു ചെറുതേളിലേക്ക്. പിന്നെ ഞാൻ ഡോളറിട്ട് ശ്രദ്ധിച്ചില്ല കേട്ടോ. പക്ഷേ ഉമ്മാക്ക് ഞാനൊരു കമ്മൽ മേടിച്ചെടുത്തേക്ക് പിന്നീട് അറിയുന്നത് എൻ്റെ അക്കൗണ്ടിൽ പിന്നെ ഒരു 4000 5000 ആ ഒരു എമൗണ്ടിൽ മാത്രമേ ഉള്ളായിരുന്നു എന്നുള്ളത്. പിന്നെ അന്നിപ്പോൾ കയറി ഇന്ന് ഞാൻ ലക്ഷറി ലൈഫ് നടത്താൻ പോകുന്ന ഒരാളാണ്. ഞാൻ കുറേ വിചാരിച്ചു ഒരു ഔട്ടിങ്ങിന് പോയാലോ എന്ന് വിചാരിച്ചു. അപ്പോൾ ഞാൻ പിന്നെ വിചാരിച്ചു വേണ്ട, ഔട്ടിങ്ങിനൊന്നും പോകുന്നില്ല. പരിപാടി ഉണ്ടല്ലോ അന്ന് തന്നെ ഇഷ്ടം പോലെ പൈസക്ക് ആവശ്യം, കുറച്ച് ഡ്രസ്സും കൂടിയൊക്കെ എടുത്തിടണം.
അപ്പോൾ ഈ ഒരു പൈസ അന്നത്തേക്ക് ഡെഡിക്കേറ്റ് ചെയ്യുക. അടുത്ത മാസത്തേക്കുള്ളത് ഇതേപോലെ ഇങ്ങോട്ടായി വരുമല്ലോ. അപ്പോൾ അത്രയേ ഉള്ളൂ. എനിക്ക് അതേപോലെ ഒരു ഗോൾഡ് മേടിക്കണം. ഞാൻ അവിടെ ഒരു കമ്മൽ കണ്ടു വെച്ചിട്ടുണ്ടായി 25,000-ൻ്റെ. അത് പോയിട്ട് ചിലപ്പോൾ ഞാൻ എടുക്കണമെന്ന് വിചാരിക്കുന്നുണ്ട്, കൺഫേം അല്ല. അപ്പോൾ അങ്ങനെയാണ് കാര്യങ്ങൾ. ഭയങ്കര സന്തോഷം. ജസ്റ്റ് ഞാനിപ്പോൾ ആ മെസ്സേജ് കണ്ടത്, ഞാൻ ഇതിൻ്റെ കൂടെ സ്ക്രീൻഷോട്ട് ഇടേ. പിന്നെ വേണ്ട, യൂട്യൂബിൻ്റെ ചിലർ പറയും യൂട്യൂബിൻ്റെ അത് വെച്ചിട്ട് വരുമാനം പറയാൻ പാടില്ല. എന്താണെന്ന് എനിക്ക് അറിഞ്ഞുകൂടാ കേട്ടോ. ഏതായാലും 45K സബ്സ്ക്രൈബേഴ്സുമായി. ഇങ്ങനെ ദിവസം കൂടുന്നതിനനുസരിച്ച് സബ്സ്ക്രൈബേഴ്സ് കൂടി വരികയാണ്. ഞാൻ ജസ്റ്റ് ഒന്ന് കട്ട് ചെയ്തിട്ട് ഇടാം എത്ര പൈസയാണെന്ന്. വേണോ? അതെനിക്ക് വിഷയമാവുമോ? അല്ലേ വേണ്ട. ഞാൻ വിചാരിച്ച് നമ്മളിപ്പോൾ ആദ്യം അങ്ങ് മയച്ചാഞ്ഞിട്ട് ഇട്ടാൽ മതി എന്ന് വിചാരിച്ചു. പിന്നെ വേണ്ട, എന്തിനാ ഇനി അതിൻ്റെ പുറത്താവില്ലേ. പിന്നെ കുറേ ആൾക്കാർ ഇപ്പോൾ വരും, മെസ്സേജ് ചെയ്യും, എന്നെ സഹായിക്കും നിങ്ങളെ സഹായിക്കുന്നത്. ഞാനിപ്പോൾ എല്ലാവരോടും പറയുന്നുണ്ട്, അറ്റ്ലീസ്റ്റ് ഒരു യൂട്യൂബ് ചാനൽ എടുത്തിട്ട് എന്തെങ്കിലും. ഇപ്പോഴത്തെ കാലത്ത് കണ്ടൻറ്റിന് വലിയ കുഴപ്പമൊന്നുമില്ലല്ലോ. കുത്തും, കൊലപാതകവും, വലിച്ചെറിയലും, പീഡനവും ഇതൊക്കെ ഉണ്ടല്ലോ. ഇതിനെക്കുറിച്ച് സംസാരിക്കാൻ അറിയണം. പിന്നെ ഒരു പെണ്ണുങ്ങൾ പറയുമ്പോൾ തലകുലുക്കി കളി പറ്റൂല. നമ്മൾ സ്റ്റേണായിട്ട് സംസാരിച്ച് നമ്മുടേതായിട്ടുള്ള രീതിയിൽ നമുക്കായിട്ടൊരു ശൈലി ഉണ്ടാക്കിയെടുക്കുക. അതാണ് മെയിനായിട്ട് വേണ്ടത്. ആ ഒരു ശൈലിയെയാണ് എല്ലാവരും നോട്ട് ചെയ്യുന്നത്. എന്നെ നോട്ട് ചെയ്യുന്ന എന്നിലുള്ള നെഗറ്റീവ്സിനെയാണ്. ഞാൻ ഇത്രത്തോളം പബ്ലിസിറ്റി ആയത് എന്താ വെച്ചാൽ ഈ നെഗറ്റീവ് പറയുന്നുണ്ട്. അപ്പോൾ നിങ്ങളെക്കുറിച്ച് ആരും നെഗറ്റീവ് പറഞ്ഞ് നിങ്ങളെ പബ്ലിസിറ്റി ഒന്നും ആക്കില്ല. അപ്പോൾ നിങ്ങൾക്ക് നിങ്ങളുടേതായിട്ടുള്ളൊരു ശൈലി ഉണ്ടാക്കിയെടുക്കുക ചെയ്യേണ്ടത്. അവിടെ നമ്മൾ സ്റ്റേണായിട്ട് നിൽക്കുക. പിന്നെ ഇവരൊക്കെ ചെയ്യുമ്പോൾ ഒരേ ആളെക്കുറിച്ച് വീണ്ടും പറഞ്ഞ് തന്നെ പറയുമ്പം ആദ്യമൊക്കെ ഫസ്റ്റിലൊക്കെ നമുക്ക് ഒരാളെക്കുറിച്ച് കേൾക്കാം. ഞാനിപ്പം അരുണിനെക്കുറിച്ച് ഫസ്റ്റിൽ അരുണിനെക്കുറിച്ചൊരു വീഡിയോ ഇട്ട്. അപ്പോൾ അരുണിനെ ഇഷ്ടമുള്ളവരും അരുണിനെ ഇഷ്ടമില്ലാത്തവരും എന്നെ ഇഷ്ടമില്ലാത്തവരും ഇത് വാച്ച് ചെയ്യും. രണ്ടാമത്തെ ദിവസം ഞാനതിട്ട് അതും വാച്ച് ചെയ്യും. മൂന്നാമത്തെ ദിവസം ഇട്ട് 4ാമത്തെ ദിവസം ഇടുമ്പോൾ അവർക്കൊരു മടുപ്പാണ് വരിക. അതാരും ചിന്തിക്കുന്നില്ല. അപ്പോൾ നമ്മൾ ഒരേ ഇതിൽ തന്നെ പോവാതെ ഈ കണ്ടൻറ്റുകൾ മാറ്റി ഇന്ന് അരുണിനെക്കുറിച്ച് പറയുക വെച്ചാൽ നാളെ ഷാനുവിനെക്കുറിച്ച് പറയുക. അല്ലെങ്കിൽ നമ്മുടെ ഞാനൊക്കെ എന്ന് വെച്ചാൽ മാക്സിമം പ്രതികരിക്കാൻ നിൽക്കാതിരിക്കും. പ്രതികരിച്ച് കഴിഞ്ഞാലും ഞാനത് കുറച്ച് കഴിഞ്ഞാൽ ഞാനതങ്ങ് റിമൂവ് ചെയ്താളും. കാരണം ഞാനത് മോണിറ്റേഷൻ ഓണാക്കി ഇടാത്ത സംഭവമാണ്. അത് പിന്നെ അവിടെ ഇട്ടിട്ട് എനിക്ക് വലിയ ബെനിഫിറ്റ് ഇല്ല. നമ്മൾ പറയേണ്ടത് പറഞ്ഞു അത്ര മാത്രമേ ഞാൻ ചിന്തിക്കുന്നുള്ളൂ. പലരുടെയും കുറിച്ച് പറഞ്ഞ പഴയ വീഡിയോസൊക്കെ ഒരുവിധമൊക്കെ ഞാൻ റിമൂവ് ചെയ്താൽ എനിക്ക്. കാരണം മോണിറ്റേഷൻ ഓണല്ലല്ലോ, വെറുതെ നമുക്ക് എണ്ണം കൂട്ടിയിടുക എന്നല്ലാതെ വേറെ അതിലൊരു നേട്ടമല്ലല്ലോ. അപ്പം ഞാൻ എൻ്റേതായിട്ടുള്ള സ്പെഷ്യൽ കാര്യങ്ങൾ എൻ്റേതായിട്ട് പിന്നെ എന്നെക്കുറിച്ച് അറിയാൻ ഇതുപോണം ആകാംക്ഷ ഉള്ളതുകൊണ്ട് ഓരോന്നായിട്ട് ഇടും. ഏതായാലും കണ്ണാ നിനക്കായി പേജസ് ഞാൻ സെയിൽ ചെയ്യും. പേയ്മെൻറ്റ് കിട്ടി. താങ്ക് യു കണ്ണാ.